ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒത്തിരി രാജ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രാജ്യമാണ് ഇത് സ്ലോവാക്യ. ആ സ്ലോവാക്യയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരിയാണ്, സ്ലോവാക്യയിൽ പക്ഷേ നമുക്ക് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം, കുറച്ച് ചെറിയ ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവിടേക്ക് കുട്ടികൾക്ക് വിസ റിജക്ഷൻ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്താണ്? അതെങ്ങനെയാണ് JBJFലേക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക? പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു കോളേജിൽ നിന്നാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, അവർ ചെക്ക് ചെയ്യുന്ന ആദ്യത്തെ കാര്യം ആ കോളേജിന് NBA അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് ചെക്ക് ചെയ്യാൻ അവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഉണ്ട്. സോ നമ്മളുടെ MBA അക്രഡിറ്റഡ് ആണെങ്കിൽ തന്നെ 50% ഓഫ് പ്രോസസ്സസ് ഓവർ. NBA അക്രഡിറ്റേഷൻ ഉള്ള യൂണിവേഴ്സിറ്റികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോളേജുകൾ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ മിക്ക ഡിപ്പാർട്ട്മെന്റുകൾക്കും അതുണ്ടെങ്കിൽ സ്ലോവാക്യയിലെ വിസയിൽ ഒരു പാർട്ട് ക്ലിയർ ആയി. വെരി ഗുഡ്. രണ്ടാമത്തത്, നോർമലി ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഒരു ബേസിക് ഇന്റർവ്യൂ ഉണ്ടാവും. ഇന്റർവ്യൂല് ലാംഗ്വേജ് ആണ് അവർ മെയിൻലി ടെസ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് യു ആർ IELTS വേണ്ട, ഇന്റർവ്യൂ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂറോപ്പില് ഏതൊരു കൺട്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള പോലെ തന്നെ നമ്മളുടെ ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യണം. അതിനുള്ള വേർഡ് ആണ് റെക്കഗ്നിഷൻ. അതെ, ലാറ്റ്വിയ ഒക്കെ പോലത്തെ കൺട്രീസിൽ ഇപ്പൊ റെക്കഗ്നിഷൻ ടൈം എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 to 2 months വരെ അതിന് ഡിലേ വരുന്നുണ്ട്. ബട്ട് സ്ലോവാക്യയില് വെറും 2 weeks കൊണ്ട് നമുക്ക് ഈ റെക്കഗ്നിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വിസയ്ക്കുള്ള സ്ലോട്ട്, അഗെയിൻ നമുക്ക് വിസയ്ക്കുള്ള സ്ലോട്ടിനും വലിയ ഡിലേ ഒന്നും നമുക്ക് വരുത്താതെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. വിസയ്ക്ക് പോകുമ്പോൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മൾ അവരുടെ BLS, അതായത് നമ്മൾ മറ്റു കൺട്രീസിൽ VFS പോകുന്ന പോലെ തന്നെ അവരുടെ ഓഫീസിന്റെ പേരാണ് BLS. BLS പോയിട്ട് നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം. അന്നത്തെ ദിവസം ഇന്റർവ്യൂ ഉണ്ടാവില്ല. പിറ്റേ ദിവസം നമ്മൾ എംബസിയിൽ പോയിട്ടാണ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്. ഡൽഹിയിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഡൽഹിയിൽ തന്നെയാണ് BLS പോകേണ്ടതും, ഡൽഹിയിൽ തന്നെയാണ് VFS പോകേണ്ടത്. ഒരു ദിവസത്തെ ഡിലേ മാത്രമുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് VFS കംപ്ലീറ്റ് ചെയ്ത് വരാൻ പറ്റും. പിറ്റേ ദിവസം എംബസിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് എംബസിയിൽ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിസ പ്രൊസീജിയർ കഴിഞ്ഞു. ഇത് കൂടാതെ തന്നെ TRP, അക്കോമഡേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങൾക്കും കൂടി ഫുൾ സപ്പോർട്ട് JBJFലേക്ക് സ്ലോവാക്യയിൽ നൽകാൻ സാധിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കൊടുക്കാൻ പറ്റുന്നത്? അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട്സ്? നമ്മളുടെ ഓഫീസും നമ്മളുടെ കോൺടാക്ട് പേഴ്സണും സ്ലോവാക്യയിൽ ഫുൾ ടൈം അവൈലബിൾ ആണ്. സോ അഡ്വക്കേറ്റ്, നമുക്കൊരു ലോയർ ഉണ്ട്. സോ ലീഗൽ സൈഡ് എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. യെസ്, വെരി ഗുഡ്. അപ്പൊ എല്ലാ ലീഗൽ പ്രൊസീജിയേഴ്സും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിലൂടെ പോകാൻ പറ്റുവാണെങ്കിൽ Slovakia visa is doable through JBJF. Definitely. Thank you very much.